ബിഗ് ബോസ് മലയാളം സീസൺ 6 അങ്ങനെ സിജോ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. ഒരുപാടൊന്നും വലിച്ചു നീട്ടുന്നില്ല. മറ്റൊന്നുമല്ല, ബിഗ് ബോസിൽ ഒരുപക്ഷെ ഈ സീസണിൽ കപ്പുയർത്താൻ സാധ്യതയുണ്ടായിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു സിജോ. തുടക്കം തൊട്ട് തന്നെ അവിടെ നിന്ന് കളിക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ. സിജോയുടെ പുറത്താകലിനെ കുറിച്ച് പറയുമ്പോൾ റോക്കിയുടെ പ്രവൃത്തിയെക്കുറിച്ച് പറയാതെ ഈ വീഡിയോ എനിക്ക് അവസാനിപ്പിക്കാൻ പറ്റില്ല. സ്വന്തം ഗെയിമും കളഞ്ഞു കുടിച്ച് മറ്റൊരു ചെറുപ്പക്കാരൻ്റെ ഗെയിം കൂടി കളഞ്ഞു കുടിക്കുകയാണ് സത്യത്തിൽ റോക്കിയുടെ ആ ഒരു പ്രവൃത്തി കൊണ്ട് ഉണ്ടായത്. നമ്മളൊക്കെ സിജോയെ കുറ്റം പറയുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സിജോയ്ക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു റീ എൻട്രി ചെയ്തതിന് ശേഷം. തീപ്പൊരിയൊക്കെ ആവും എന്നൊക്കെ പറഞ്ഞെങ്കിലും സംസാരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് നമ്മൾ ആ പഴയ സിജോയെ കണ്ടു തുടങ്ങിയത്. അപ്പോൾ സിജോ ഒന്ന് ആക്റ്റീവായി വന്ന സമയത്ത് ഭാഗ്യക്കേടിന് ആ ഒരു കോംബോയിൽ പോയി പെടുകയും ചെയ്തു. അതും സിജോയ്ക്ക് നെഗറ്റീവായിട്ടുണ്ട് പുറത്ത്. പിന്നെ സിജോയുടെ ഗെയിം വളരെ പരിമിതമായി ചിലരിൽ മാത്രം ഒതുങ്ങിപ്പോയതും ഒരു കാരണമാണ്. പക്ഷെ അതെല്ലാം സംഭവിച്ചത് അന്ന് ആ റോക്കിയുമായിട്ടുണ്ടായ ഒരു പ്രശ്നം കൂടി കാരണമാണ്. അതുണ്ടായില്ലായിരുന്നെങ്കിൽ സിജോയുടെ ഗെയിം ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. എത്ര ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ഇന്നിപ്പോൾ നമ്മൾ അർജുൻ ലാലേട്ടൻ്റെ മുന്നിൽ വെച്ചൊരു പണിഷ്മെൻറ്റ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ പോലും സുരേഷ് ഗോപിയും ലാലേട്ടനെയും മമ്മൂക്കയും ഒക്കെ എത്ര രസമായിട്ടാണ് സിജോ ചെയ്തത്. അപ്പോൾ ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു ചെറുപ്പക്കാരൻ, നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, അവിടുത്തെ റൂൾസ് ഫോളോ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കളിക്കുമ്പോഴൊക്കെ തന്നെ. ഇപ്പോൾ സിജോയുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും നമ്മളെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരാൾ അടിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തിരിച്ച് പ്രതികരിക്കാനുള്ള ടെൻഡൻസി 99% മനുഷ്യന്മാർക്കും വരും. കണ്ണി കാണുന്നിടത്ത് എന്തെങ്കിലും എടുത്ത് നമ്മൾ തിരിച്ചടിക്കുകയോ അല്ലെങ്കിൽ ആ സ്പോട്ടിൽ സഡനായിട്ട് റിയാക്ട് ചെയ്യുകയോ ചെയ്യും. അവിടെ സിജോ ആ ഒരു പ്ലാറ്റ്ഫോമിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് അവിടെ നിന്നു എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും സിജോ ടോപ്പ് 5 ആ ഒറ്റ പ്രവൃത്തി കൊണ്ട് തന്നെ ഡിസർവ് ചെയ്യുന്നുണ്ട്. പക്ഷേ വോട്ടിംഗ് എന്ന് പറയുന്നത് നമുക്കാർക്കും അത് ഓഡിയൻസിന് ഒരാളെ ഇഷ്ടപ്പെടണമെങ്കിൽ ഒരുപാട് വിഷയങ്ങൾ അതിനകത്തുണ്ട്. സിജോയ്ക്ക് നഷ്ടമായ ആഴ്ചകൾ അതൊക്കെ സിജോയുടെ പുറത്താകലിനൊരു കാരണമാണ്. ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല സിജോ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് കഴിവില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അർഹതയില്ലാത്തത് കൊണ്ടോ അല്ല, ഭാഗ്യക്കേടാണ്. അത്രേ ഞാൻ പറയുന്നുള്ളൂ. കപ്പുയർത്താൻ കഴിവുണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് ഭാഗ്യക്കേട് കൊണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ടോപ്പ് 5 പോലും എത്താതെ പുറത്തായിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇനിയുള്ള ഒരു ലൈഫിൽ നല്ല രീതിയിൽ അദ്ദേഹത്തിന് മുന്നേറാൻ സാധിക്കട്ടെ. വളരെ നല്ലൊരു വ്യക്തിത്വം സിജോയ്ക്കുണ്ട്. നല്ലൊരു വ്യക്തിത്വമുള്ള ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ സിജോയ്ക്ക് തുടർന്ന് പുറത്തിറങ്ങിയാലും ലൈഫിൽ ഒരുപാട് ഉയരാനായിട്ട് സാധിക്കും. അത് ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം സിജോയ്ക്ക് തീർച്ചയായിട്ടും ആ നിലയ്ക്ക് ഗുണം ചെയ്യും. സിനിമയിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റു പുള്ളിയുടെ ഡ്രീംസ് എന്താണെങ്കിലും എവിടെ പോയാലും നല്ല നിലയിൽ ഉയർന്നു വരാനുള്ള എല്ലാ സാധ്യതയുമുള്ളൊരു ചെറുപ്പക്കാരനാണ്. ഇപ്പോൾ ആകെ സിജോയിൽ എല്ലാവരും പറയുന്ന ഒരു നെഗറ്റീവ് എന്താണ്? ഉണ്ടായൊരു നന്ദന സായി സിജോ കോംബോ. അതൊക്കെ വലിയ കാര്യമാണ് ബിഗ് ബോസിനകത്ത്. ശരിയാണ്, വെറുപ്പിക്കലൊക്കെ ഉണ്ടായിരുന്നു കുറേ സമയത്ത്. പക്ഷെ അതൊന്നും ഈ പറയുന്നൊരു നെഗറ്റീവൊന്നുമല്ല. അതിനകത്ത് ആ മനുഷ്യന്മാർ തമ്മിലുണ്ടായ ഒരു അടുപ്പമാണത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ സിജോയ്ക്കും സായിക്കുമൊക്കെ ഹെൽത്ത് കണ്ടീഷൻസ് വളരെ മോശമായിരുന്നു. ആ സമയത്തൊക്കെ അവരെ നന്നായിട്ട് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ നന്ദന. അപ്പം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ആ ഒരു പെങ്ങൾ സ്നേഹമാണ്. അല്ലാതെ നമ്മൾ പലരും ഞാനും കളിയാക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ എങ്കിൽ കൂടി അത് എനിക്ക് മനസ്സിലായത്, ഞാൻ അറിഞ്ഞതനുസരിച്ചാണെങ്കിൽ കാരണങ്ങൾ അതാണ്. അവർ തമ്മിലുണ്ടായ ഒരു സൗഹൃദത്തിൻ്റെ ഒരു കാരണം തന്നെ നന്ദന വളരെയധികം അവരെ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നന്ദന വളരെ ഇമ്മച്ചുവർ ആയിട്ടുള്ളൊരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നന്ദനയുടെ ചില പ്രവൃത്തികളും തീർച്ചയായിട്ടും സിജോയ്ക്ക് നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ നന്ദനെ ഈ പറയുന്ന സായിയും സിജോയൊക്കെ പുറകെ നടത്തിച്ച ആ സംഭവങ്ങളൊക്കെ വളരെ മോശമായിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. അതൊക്കെ കാണുമ്പോൾ വളരെ അരോചകമായി തോന്നി. അവരിത്രയും കെയർ ചെയ്ത് കൂടെ നിന്നിട്ട് അവരെ പുറകെ നടത്തിക്കുക, അങ്ങനത്തെയൊക്കെ ഒരു രീതിയിൽ. അപ്പം അതൊക്കെ ഈ പറഞ്ഞ പോലെ നെഗറ്റീവായിട്ടുണ്ടെങ്കിൽ കൂടി എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടമുണ്ടായിരുന്ന ഒരു മത്സരാർത്ഥിയാണ്. സീസൺ 6 നമ്മൾ ഒരിക്കലും സിജോ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻറ്റിനെ ഞാൻ ഒരിക്കലും മറക്കില്ല. കാരണം എപ്പോഴും ഒരു 3-4 പേരെടുക്കുമ്പോൾ അതിലൊരു പേര് സിജോ തന്നെയായിരിക്കും. കാരണം അത്ര നല്ലൊരു പ്ലെയർ തന്നെയായിരുന്നു സിജോ. ഒരുപാട് പോരായ്മകളൊക്കെ ഇതിനിടയിൽ സംഭവിച്ചതിനൊക്കെ ഒരു കാരണം എൻ്റെ പൊന്ന് റോക്കിയുടെ പ്രവൃത്തിയാണ്. അത് റോക്കിയുടെ ഗെയിമിനെയും കുളമാക്കി, സിജോയുടെ ഗെയിമിനെയും കുളമാക്കി. ഇപ്പോൾ റോക്കി അന്ന് അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ടോപ്പ് 2 സിജോയും റോക്കിയും കയറി വന്നേനെ. ആ ഒരു രീതിയിൽ ഗെയിം മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. അപ്പോൾ റോക്കി സ്വന്തം ഭാവിയും കൊണ്ട് തുലച്ചു. ഭാവി മീൻസ് ഈ ബിഗ് ബോസിനകത്തുള്ള ഭാവിയും കൊണ്ട് തുലച്ചു. സിജോയുടെ ഗെയിമിനെയും തകർത്തതിൽ ഏറ്റവും വലിയ പങ്ക് എനിക്ക് തോന്നുന്നു റോക്കിക്ക് തന്നെയാണ്. അത് സിജോയെ ആകെ തകർത്ത് കളഞ്ഞു. സിജോയുടെ കോൺഫിഡൻസ് ലെവലിൽ തന്നെ തകർത്ത് കളഞ്ഞു. കാരണം തീപ്പൊരിയായി തന്നെയാണ് സിജോ തുടക്കത്തിൽ അവിടെ നിന്നത്. ആ സിജോ തിരിച്ച് ഇത്രയും വലിയൊരു പരിക്ക് പറ്റിയിട്ട് തിരിച്ചു വന്നിട്ട് എങ്ങനെയാണ് കളിക്കുക? ഇപ്പോഴാണ് ആളൊന്ന് ആക്റ്റീവായി തുടങ്ങിയത്. എന്താണെങ്കിലും ശരി, സിജോ ഓൾ ദ വെരി ബെസ്റ്റ്. നല്ലൊരു ഫ്യൂച്ചർ സിജോയുടെ മുന്നിൽ കിടപ്പുണ്ട്. അത് സിജോയുടെ ബിഗ് ബോസിനകത്തുള്ള പ്രകടനം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.